വ്യത്യസ്ത ചായകളാണ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്നത്. നമുക്കൊരു പാത്രം വെച്ച് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായി തിളപ്പിക്കണം. അത് തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്കിത് എല്ലാവർക്കും അറിയാവുന്നതാണ് പേരയുടെ ഇല. അതായത് പേരയുടെ ഇലയുടെ കൂമ്പലയാണ് നമുക്ക് ഇതിനായിട്ട് ആവശ്യം. ഇത്രയും നല്ല കൂമ്പലയാണ് നമുക്ക് വേണ്ടത്. കൂമ്പല കിട്ടാനില്ലാത്തവർക്ക് ഇതുപോലുള്ള ഇത്രയും വലുപ്പത്തിലുള്ള ഇലകൾ എടുക്കാവുന്നതാണ്. പേരയുടെ കൂമ്പലകള് കഴുകി വെച്ചതാണ് ഞാനിത്. കഴുകി വെച്ച പേരയുടെ തളിരില ഞാനിതിലേക്ക് ഇടുകയാണ്. നമ്മളൊരു ഗ്ലാസ് വെള്ളം തിളപ്പിക്കാൻ വെച്ചിരുന്നു. അത് തിളച്ചിട്ടുണ്ട്. നമുക്കിതിലോട്ട് ഒഴിച്ചതിന് ശേഷം 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് എങ്കിലും നമുക്ക് ഇത് അടച്ചു വെക്കാം. ഇപ്പൊ 5 മിനിറ്റ് കഴിഞ്ഞു. നമുക്കിത് തുറന്നു നോക്കാം. 5 മിനിറ്റിന് ശേഷം ഇത് ഈ ഒരു കളറിലായി തീരും. നമുക്കിത് അരിച്ചൊഴിക്കാം. അതിനുശേഷം തീ കത്തിച്ച് ഇത് തിളപ്പിക്കാൻ വെക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാൻ ഒരു സ്പൂൺ പഞ്ചസാരയാണ് ഇടുന്നത്. നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഷുഗർ ഉള്ളവർക്ക് മധുരം ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇനി ഒരു 1/4 സ്പൂൺ ചായലിട്ട് കൊടുക്കാം. പേരയുടെ ഇലയിൽ ധാരാളം ഫൈബറും വിറ്റാമിനും ഒക്കെ ഉണ്ട്. അതുമാത്രമല്ല, ഇത് നമുക്ക് പേരയില ചായ സ്ഥിരം കുടിച്ചാൽ അമിതഭാരം കുറയും. ഷുഗർ നില കൂടാതെ നമുക്ക് ഷുഗറിൻ്റെ നില കറക്റ്റ് ആവും. പക്ഷേ ഷുഗർ ഉള്ളവർ ഒരിക്കലും മധുരമിട്ട് കുടിക്കരുത്. പിന്നെ ചീത്ത കൊളസ്ട്രോളും അത് കുറയ്ക്കും. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ഈ ചായ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചായ തിളച്ച് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇത് അരിച്ചെടുക്കാം. പേരയില ചായ കുടിക്കുന്നത് വളരെ ഹെൽത്തിയാണ്. പിന്നെ ടേസ്റ്റ് ഹെൽത്തി ആയിട്ടുള്ള പേരയില ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അടുത്ത ചായ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അടുത്തതായി നമുക്ക് ഗ്രാമ്പൂ ചായ ഉണ്ടാക്കാം. അതിനായിട്ട് ഒരു പാൻ വെച്ച് നമുക്ക് അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് നമുക്ക് 4 ഗ്രാമ്പൂ ഇട്ട് കൊടുക്കാം. ഗ്രാമ്പൂ ഇതിൽ കിടന്ന് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. ഗ്രാമ്പൂ ചായ ആസ്മയ്ക്കും ഷുഗറിനും വളരെ നല്ലതാണ്. ഗ്രാമ്പൂ ഇട്ട് വെള്ളം നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. നമുക്കതിലേക്ക് ഒരു സ്പൂൺ ശർക്കര ആഡ് ചെയ്യാം. ഞാൻ ശർക്കര പൊടിച്ചു വെച്ചതാണിത്. നമുക്കിത് ആഡ് ചെയ്ത് കൊടുക്കാം. ശർക്കരയുടെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ഇടാവുന്നതാണ്. ഞാനിത് പെട്ടെന്ന് അലിയാൻ വേണ്ടിയിട്ടാണ് ശർക്കര പൊടിച്ചു വെച്ചിരിക്കുന്നത്. ചെറിയൊരു കഷ്ണം ശർക്കര ഇട്ടാലും മതി. 1/4 സ്പൂൺ ചായലപ്പൊടി ആഡ് ചെയ്യാം. ചായ അങ്ങനെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി തീ ഓഫ് ചെയ്തതിന് ശേഷം ഇത് അരിച്ചെടുക്കാം. ഇനി നമുക്ക് അടുത്ത ചായ തയ്യാറാക്കാം. ഇനി നമുക്ക് ലെമൺ ടീ ഉണ്ടാക്കാം. അതിനായി നമുക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 നുള്ളുപ്പ്, 1/4 സ്പൂൺ ചായലപ്പൊടി, ഒരു ചെറുനാരങ്ങയുടെ 1/4 ഭാഗം പുതിനില, ഇതൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ളത്. നമുക്കിനി ഒരു പാൻ വയ്ക്കാം. അതിനുശേഷം അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് പുതിനില ഇട്ട് കൊടുക്കാം. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യാം. മധുരം നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അതുപോലെ തന്നെ ഒരു നുള്ളുപ്പ് ഞാനിതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രമേ ഒരു നുള്ളുപ്പേ നമ്മൾ ഇടാൻ പാടുള്ളൂ. വെള്ളം തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഈ ചെറുനാരങ്ങ പിഴിഞ്ഞു വെക്കാം. ഇത്രയും വലിപ്പമുള്ള ഒരു ചെറുനാരങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് പിഴിഞ്ഞു വെക്കാം. വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1/4 സ്പൂൺ ചായലപ്പൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഓഫ് ചെയ്യാം.
അങ്ങനെ നമ്മുടെ ലെമൺ ടീ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്യണം. അടുത്തതായിട്ട് നമ്മൾ പനിക്കൂർക്കയുടെ ചായയാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഞാൻ പനിക്കൂർക്കയുടെ ഇല ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്, ചെമ്പരത്തിപ്പൂവ് എടുത്തു വെച്ചിട്ടുണ്ട്, ചായല, പിന്നെ ശർക്കര ഉപയോഗിക്കാം. ഞാൻ പക്ഷേ ഇവിടെ പനഞ്ചക്കരയാണ് എടുത്തിരിക്കുന്നത്. ഇതാണ് പനിക്കൂർക്ക എന്ന് പറയുന്നത്. പാൻ വെച്ച് കത്തിച്ച് അതിലേക്ക് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് കഴുകി വെച്ച 3 പനിക്കൂർക്കയുടെ ഇല കട്ട് ചെയ്തിടാം. അരിഞ്ഞു വെച്ച പനിക്കൂർക്കയുടെ ഇലയും അതുപോലെ തന്നെ അരിഞ്ഞു വെച്ച ഒരു ചെമ്പരത്തിപ്പൂവും ആഡ് ചെയ്യാം. അതിനുശേഷം നമുക്കിതിലേക്ക് പനഞ്ചക്കര ആഡ് ചെയ്യാം. ഇതെല്ലാം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1/4 സ്പൂൺ ചായല ആഡ് ചെയ്യാം. അതിനുശേഷം ഓഫ് ചെയ്യാം. അങ്ങനെ പെട്ടെന്ന് തയ്യാറാക്കുന്ന പനിക്കൂർക്കയിട്ട ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്യണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇനി നമുക്ക് 5ാമത്തെ ചായ ഉണ്ടാക്കാം. അതിനായി ഞാൻ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, കുരുമുളക് പൊടിച്ചത്, തുളസി, തേൻ, ചായല ഇതെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. പാത്രത്തിൽ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇഞ്ചി, കുരുമുളക് പൊടി, അതിനുശേഷം തുളസി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് തിളയ്ക്കണം. തൊണ്ടവേദന, കഫക്കെട്ട്, ഒച്ചടപ്പ് ഇതിനൊക്കെ ഈ ചായ വളരെ നല്ലതാണ്. ഇതെല്ലാം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1/4 സ്പൂൺ ചായല ആഡ് ചെയ്യാം. അതിനുശേഷം ഓഫ് ചെയ്യാം. അങ്ങനെ വ്യത്യസ്തമായ 5 ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ഔഷധ ഗുണമുള്ളതാണ്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്കിതുമായി ബന്ധപ്പെട്ട എല്ലാ അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ മെയിൽ ഐ ഡിയിലേക്ക് മെയിൽ ചെയ്താലും മതി. നന്ദി, നമസ്കാരം.